ദിസ് ഈസ് മൈ ബർത്ത്ഡേ വ്ളോഗ്. 12 മണിക്ക് തന്നെ ഗിഫ്റ്റ്സും വിഷസും ഒക്കെ കിട്ടിയിരുന്നു. അമ്മ, അച്ഛനും അനിയനും കൂടി എനിക്ക് മൈക്ക് വാങ്ങി തന്നു. ഞാൻ ഒട്ടും വിചാരിച്ചില്ല മൈക്ക് വാങ്ങി തരുമെന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് മൈക്ക് വേണമെന്ന്. അത് കഴിഞ്ഞ് ഗിഫ്റ്റ്സ് ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ ദാ അമ്മയും അനിയനും കൂടി ഒരു വലിയ പെട്ടി എടുത്തോണ്ട് വന്നു. അത് ഒരു ഗിഫ്റ്റാന്ന് കരുതി ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല 19 ഗിഫ്റ്റ്സ് ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് 19 വയസ്സാവുന്നത് കൊണ്ട് 19 ഗിഫ്റ്റ്സ് അങ്ങനെ. എല്ലാ ഗിഫ്റ്റ്സും കൂടി വെച്ചിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഞാൻ അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഈ ഗിഫ്റ്റ്സ് എല്ലാം കൂടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോയി കിടന്നുറങ്ങി. എന്നിട്ട് രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോയി. കാരണം എൻ്റെ ബർത്ത് സ്റ്റാറും ഇന്ന് തന്നെയായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പിന്നെ കേക്കിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. കസ്റ്റമൈസേഷൻ ചെയ്താണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തത്. ആൻഡ് ഇതാണ് വന്ന കേക്ക്. ആൻഡ് ഇതിൽ എനിക്ക് ബോസും കൂടി വെക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ബോസ് ഒക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് മറ്റ് ഡെക്കറേഷനിലേക്ക് പോയി. ഇതായിരുന്നു ഡെക്കറേഷൻ. അപ്പം അമ്മ പറഞ്ഞു 2 ബലൂണും കൂടി വെച്ചാൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെ 2 സൈഡിൽ ബലൂണും കൂടി ഇട്ടപ്പോഴേക്കും ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി. എനിക്ക് ഇത്തവണ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ പിൻട്രസ്റ്റിലൊക്കെ കാണും പോലെ ഡെക്കറേറ്റ് ചെയ്ത് കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ എടുക്കണമെന്ന്. ആൻഡ് ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് എല്ലാം വന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാനിത് വെസ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതാണ്. ഞാനിത് എടുത്ത സമയത്ത് എനിക്ക് ഇത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ബട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഡെക്കറേഷനിൽ ബോസ് ഉണ്ടാക്കിയതും ബലൂൺ വീർപ്പിച്ചതും പിന്നെ കാൻഡിൽ ഡെക്കറേറ്റ് ചെയ്തതും എല്ലാം പവിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ലോങ് ഫോട്ടോഷൂട്ട് തന്നെയായിരുന്നു ഞാനും എൻ്റെ അനിയനും കൂടി. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ലഞ്ച് കഴിക്കാൻ സമയമായി. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മ പാലട പായസവും ചിക്കൻ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ടിരുന്നപ്പോൾ പവി ഗിഫ്റ്റും കൊണ്ടുവന്നു. പിന്നെ അവളുടെ ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും കേക്ക് കട്ട് ചെയ്യാനായിട്ട് പോയി. ഇത്തവണത്തെ ബർത്ത്ഡേ ഫുള്ള് കുറേ അൺഎക്സ്പെക്റ്റഡ് സർപ്രൈസസ് ആയിരുന്നു. അങ്ങനെ ഇത്തവണത്തെ ബർത്ത്ഡേ തീർന്നു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.